സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം കാണുന്ന നിരവധി പേർക്ക് ആശ്വാസമാവുകയാണ് സർക്കാർ പദ്ധതികൾ. അത്തരത്തിലൊന്നാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ 2.0യുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന സർവേയുടെ അവസാന തീയതി 2025 മെയ് 15 കഴിഞ്ഞു. അതായത് പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. എന്നാൽ ആവാസ് പ്ലസ് 2024 ആപ്പ് വഴിയോ മറ്റ് അധികാരികൾ മുഖേനയോ ഈ തീയതിക്ക് മുൻപ് നിങ്ങളുടെ സ്ഥലമോ നിലവിലുള്ള വീടോ സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. സർവേ കഴിഞ്ഞ എല്ലാ അപേക്ഷകളും ഇനി ജില്ലാ തലത്തിൽ വിശദമായി പരിശോധിക്കും. നിങ്ങളുടെ രേഖകളെല്ലാം ശരിയാണെന്ന് കണ്ടെത്തിയാൽ നിങ്ങളുടെ പേര് ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും. അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ആ പേര് പട്ടികയിൽ ഉണ്ടാകില്ല. ഈ പരിശോധനയ്ക്ക് ശേഷം ഒരു അന്തിമ ലിസ്റ്റ് തയ്യാറാക്കും. ഈ ലിസ്റ്റ് സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന് അയച്ചു കൊടുക്കുകയും തുടർന്ന് വീട് നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ pmayg.government.in സന്ദർശിക്കുക. ഹോം പേജിൽ കാണുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ കാണുന്ന IAY/PMAYG ഗുണഭോക്താവ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ നൽകുക. ശേഷം സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച കോഡ് അതുപോലെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണിനായി ഒരു മുൻഗണനാ പട്ടിക തയ്യാറാക്കും. ഇത് ഗ്രാമപഞ്ചായത്ത് വഴിയോ മറ്റ് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ അനുസരിച്ചോ ആയിരിക്കും തയ്യാറാക്കുക. ഈ ലിസ്റ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും പ്രത്യേക മുൻഗണനയുണ്ടാകും. അനുവദിക്കുന്ന വീടുകളിൽ 60% പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായിരിക്കുമെന്ന് സർക്കാർ പറയുന്നു. ഇനി ആദ്യത്തെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കണ്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ മനസ്സിലായല്ലോ. സർവേ പൂർത്തിയാക്കിയവർ ക്ഷമയോടെ കാത്തിരിക്കുക. അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.